ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് സ്വാഗതം. യൂറിക് ആസിഡും ഫാറ്റി ലിവർ ഡിസീസും എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. യൂറിക് ആസിഡുള്ള ആളുകളിൽ നിരവധി രോഗങ്ങൾക്ക് കാരണമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. അതിനുശേഷം അത് വിശദമായി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഫാറ്റി ലിവർ ഡിസീസുള്ള ആളുകളിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളാണ്: ഒന്ന്, അബ്ഡോമിനൽ പെയിൻ, ഈസി ബ്രൂസിങ്, വെയ്റ്റ് ലോസ്, എക്സസീവ് ഫാറ്റീജ്, ജോണ്ടിസ്, പാലെ സ്റ്റൂൾ, നോസിയ, ലോസ് ഓഫ് അപ്പിറ്റേറ്റ്, ഡാർക്ക് യൂറിൻ. ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഫാറ്റി ലിവർ ഡിസീസ് ഫാറ്റി ലിവർ രോഗം നിങ്ങളുടെ കരൾ കോശങ്ങളിൽ വളരെയധികം കൊഴുപ്പ് സംഭരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് NAFLD എന്നത് ഒരു കൂട്ടം കരൾ അവസ്ഥകളെ സൂചിപ്പിക്കുന്നു എന്നതാണ്. ഇത് ഫാറ്റി ലിവർ സ്വഭാവമുള്ളതും മദ്യം കഴിക്കാത്തതുമായ അല്ലെങ്കിൽ കുറച്ചു മാത്രം മദ്യം ഉപയോഗിക്കുന്നവരുമായ ആളുകളിൽ ബാധിക്കുന്ന രോഗമാണ്. ഫാറ്റി ലിവർ രോഗം കരൾ വീക്കം, സിറോസിസ് അല്ലെങ്കിൽ കരളിൻ്റെ നൂതനമായ കേടുപാടുകൾ, കരൾ പരാജയം എന്നിവയ്ക്ക് കാരണമാകും. ഫാറ്റി ലിവർ രോഗം പലപ്പോഴും ഉയർന്ന യൂറിക് ആസിഡിൻ്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മെഡിസിനൽ കൗനാസ് പ്രസിദ്ധീകരിച്ച 2019 ഒരു പഠനമനുസരിച്ച് ഉയർന്ന യൂറിക് ആസിഡിൻ്റെ അളവ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആളുകളിൽ ഹൈപ്പർ യൂറിസെമിയ ഒരു സാധാരണ പ്രശ്നമാണെന്നും അമിതവണ്ണമില്ലാത്തവരിലും ആൽക്കഹോളിക് ഇതര ഫാറ്റി ലിവർ രോഗമുള്ള ചെറുപ്പക്കാരിലുമാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നതെന്നും പഠനം കണ്ടെത്തി. ലിപ്പിഡ്സ് ഇൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പ്രസിദ്ധീകരിച്ച 2017 ഒരു പഠനം അമിതവണ്ണമുള്ളവരല്ലാത്ത മുതിർന്നവരിൽ ഉയർന്ന യൂറിക് ആസിഡിൻ്റെ അളവ് മദ്യം കഴിക്കാത്ത ഫാറ്റി ലിവർ രോഗമുള്ളവരിലേക്കാൾ ഒരു പ്രധാന പ്രശ്നമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സാധാരണ അവസ്ഥയാണ് ഫാറ്റി ലിവർ രോഗം. മിക്ക ആളുകൾക്കും രോഗലക്ഷണങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അത് അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ഇത് കരൾ തകരാറിലേക്ക് നയിച്ചേക്കാം. ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് പലപ്പോഴും ഫാറ്റി ലിവർ രോഗത്തെ പ്രതിരോധിക്കാനോ മാറ്റാനോ കഴിയും എന്നതാണ് ഏറ്റവും നല്ല വാർത്ത. കരളിൻ്റെ പ്രവർത്തനം എന്താണ്? നിങ്ങളുടെ കരൾ ഒന്നിലധികം ജീവൻ പിന്തുണ പ്രവർത്തനങ്ങളുള്ള ഒരു ആവശ്യ അവയവമാണ്. കരൾ ദഹനത്തെ സഹായിക്കുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു, ശരീരത്തിനാവശ്യമായ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു, അയൺ അല്ലെങ്കിൽ ഇരുമ്പ് എന്നിവ ധാതുക്കൾ സംഭരിക്കുന്നു, പോഷകങ്ങളെ ഊർജമാക്കി മാറ്റുന്നു, നിങ്ങളുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു, പദാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന മുറിവുകൾ സുഖപ്പെടുത്താൻ കൂട്ടായി ശ്രമിക്കുന്നു, രോഗപ്രതിരോധ ഘടകങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ രക്തത്തിൽ നിന്ന് ബാക്ടീരിയയും വിഷവസ്തുക്കളും അഥവാ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന പദാർത്ഥങ്ങൾ നീക്കം ചെയ്തും അണുബാധകളെ ചെറുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. എന്താണ് ഫാറ്റി ലിവർ രോഗം? നിങ്ങളുടെ കരളിൽ അധികം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന ഒരു സാധാരണ അവസ്ഥയാണ് ഫാറ്റി ലിവർ രോഗം അഥവാ സ്റ്റീറ്റോസിസ്. ആരോഗ്യമുള്ള കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കരളിൻ്റെ ഭാരത്തിൻ്റെ 5% മുതൽ 10% വരെ കൊഴുപ്പ് എത്തുമ്പോൾ ഇതൊരു പ്രശ്നമായി മാറുന്നു. ഫാറ്റി ലിവർ രോഗം മോശമായിരിക്കുന്നത് എന്തുകൊണ്ട്?
മിക്ക കേസുകളിലും ഫാറ്റി ലിവർ രോഗം ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയോ നിങ്ങളുടെ കരൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഈ അവസ്ഥയിലുള്ള 7% മുതൽ 30% വരെ ആളുകൾക്ക് ഫാറ്റി ലിവർ രോഗം കാലക്രമേണ കൂടുതൽ വഷളാകുന്നതായി കാണപ്പെടുന്നു. ഇത് 3 ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കുന്നു. 1. കരൾ വീക്കം സംഭവിക്കുന്നു. അത് അതിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഈ ഘട്ടത്തെ സ്റ്റീറ്റോഹെപ്പാറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നു. 2. കരളിന് കേടുപാടുകൾ സംഭവിക്കുന്നിടത്ത് പാടുകൾ രൂപപ്പെടുന്നു. ഈ പ്രക്രിയയെ ഫൈബ്രോസിസ് എന്ന് വിളിക്കുന്നു. 3. വിസ്തൃതമായ സ്കാർ ടിഷ്യൂ ആരോഗ്യകരമായ ടിഷ്യൂവിനെ മാറ്റിസ്ഥാപിക്കുന്നു. ഈ